കെ സോമൻ, അങ്ങനെ ഒരുതരം അഡ്ജസ്റ്റ്മെന്റ് പൊളിറ്റിക്സ് ആണ് ഈ സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട് LDF-ഉം UDF-ഉം കളിക്കുന്നത്. അത് വളരെ പ്രത്യക്ഷമാണ്. അതെ നീലിമ, കാര്യങ്ങൾ പ്രേക്ഷകർക്ക് വ്യക്തമാണ്. ഈ സംവാദം ശ്രദ്ധിക്കുന്ന പ്രേക്ഷകർക്ക് കൃത്യമായിട്ട് ഇക്കാര്യങ്ങൾ അറിയാൻ സാധിക്കുന്നുണ്ട്. കട്ടപ്പനയും ബത്തേരിയും തമ്മിൽ ഇവർ അഡ്ജസ്റ്റ് ചെയ്യും. കട്ടപ്പന CPM-ൻ്റേത്, ബത്തേരി കോൺഗ്രസിൻ്റേത്. ഇവർ അഡ്ജസ്റ്റ് ചെയ്യും. ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറയട്ടെ. ഇതിൽ ശ്രീ ബൽദേവ് സച്ചിദാനന്ദൻ എൻ്റെ ഒരു സുഹൃത്തു കൂടിയാണ്. നമ്മുടെ കൊല്ലം ജില്ലയിൽ സഹകരണ മേഖലയിൽ അഴിമതിയുടെ തുടക്കത്തിൻ്റെ കാലഘട്ടത്തിൽ 2012 ആ ഒരു കാലഘട്ടത്തിൽ താമരക്കുടി സഹകരണ സംഘം, അങ്ങേക്ക് അറിയാൻ പറ്റും, ആ താമരക്കുടി സഹകരണ സംഘത്തിൽ 10-16 കോടി രൂപയുടെ ക്രമക്കേട് നടന്ന് CPM-ൻ്റെ ഭരണത്തിൽ പണം നിക്ഷേപിച്ച സഹകാരികൾക്ക് പണം നഷ്ടപ്പെട്ടു. എത്ര പ്രക്ഷോഭങ്ങൾ അവിടെ നടന്നു, എത്ര പ്രക്ഷോഭങ്ങൾ നടന്നു. അന്ന് ഐക്യജനാധിപത്യ മുന്നണി ശ്രീമാൻ ഉമ്മൻചാണ്ടിയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി. CPM താമരക്കുടിയിൽ അഴിമതി നടത്തിയിട്ട് ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന് ഫലപ്രദമായിട്ടുള്ള ഒരു നിയമ നടപടിയും സ്വീകരിക്കാൻ സാധിച്ചില്ല. ശ്രീ ബൽദേവ് സച്ചിദാനന്ദൻ, അങ്ങ് കൊല്ലം ജില്ലയിലുള്ള ഒരു നേതാവ് എന്ന നിലയിൽ ഞാൻ സൂചിപ്പിക്കട്ടെ, കേരളത്തിന്റെ ധനകാര്യമന്ത്രി ശ്രീമാൻ ബാലഗോപാൽ കഴിഞ്ഞ 1.5 വർഷം മുമ്പ് താമരക്കുടിയിലെ സഹകാരികളെ വിളിച്ചു ചേർത്ത് വലിയൊരു വാഗ്ദാനം കൊടുത്തു. ഈ സഹകരണ ബാങ്ക് പുനഃസ്ഥാപിക്കാൻ, നിക്ഷേപകർക്ക് പണം നഷ്ടപ്പെട്ടത് ഘട്ടം ഘട്ടമായി തിരിച്ചു നൽകാൻ ഞാനൊരു പാക്കേജ് പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇന്ന് ഈ തീയതി വരെ അങ്ങേക്കറിയാം അവിടെ നിക്ഷേപ അനുകൂല സമീപനങ്ങൾ ഒന്നും ഉണ്ടായില്ല എന്നുള്ളത് അങ്ങേക്കറിയാം. തട്ടിപ്പുകാർക്കൊപ്പം സർക്കാർ നിന്നു. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ആരംഭിച്ചതാണ്. അന്ന് നടന്ന ക്രമക്കേടാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇന്നും ആ ക്രമക്കേടുകാർ സംരക്ഷിക്കപ്പെടുന്നു. സഹകാരികൾ തെരുവാധാരമായി, ചില നിക്ഷേപകർ മരണമടഞ്ഞു, ഗുരുതരമായ ആരോഗ്യ പ്രശ്നമുള്ള പലരുമുണ്ട് അവിടെ. ആ പ്രശ്നം അവസാനിപ്പിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സാധിച്ചില്ല. ഇത് ഒരു ഒത്തുതീർപ്പ് വ്യവസ്ഥയിൽ ഇവർ കൊണ്ടു നടക്കുകയാണ്. ഇവിടെ അഭിഭാഷക ശരി, ഇതിന്റെ കെടുക കേൾക്കാൻ പറഞ്ഞു പോരായ്മകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നീലമ, ഞാനൊന്ന് പൂർത്തീകരിച്ചോട്ടെ. ഈ സഹകരണ മേഖലയിൽ ഈ ക്രമക്കേടുകൾ കണ്ടെത്തുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു പരിഷ്കൃതമായ പദ്ധതികളോ ഓഡിറ്റ് സംവിധാനമോ സാങ്കേതികമായിട്ടുള്ള സംവിധാനത്തിന്റെ പിൻബലമോ ഒന്നുമില്ലാത്തത് അഴിമതിക്കാർക്ക് അവസരമൊരുക്കി കൊടുക്കുകയാണ്. അഴിമതിക്കാർക്ക് അനുകൂലമായിട്ടുള്ള സംവിധാനങ്ങളാണ് കേരളത്തിന്റെ സഹകരണ മേഖലയിലുള്ളത്. ഈ സഹകരണ മേഖലയെ നവീകരിക്കാൻ ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും ഒരു പരിശ്രമം കേന്ദ്ര സർക്കാർ ആരംഭിച്ചാൽ ഇവർ രണ്ടു കൂട്ടരും ചേർന്ന്, കോൺഗ്രസും CPM-ഉം ചേർന്ന്, കേന്ദ്ര സർക്കാർ നരേന്ദ്രമോദി, അമിത്ഷാ സഹകരണ മേഖലയെ തകർക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ് വലിയ പ്രതിഷേധങ്ങളുമായി വരുന്ന സന്ദർഭം കൂടി നമ്മൾ ഓർക്കണം. ഓഡിറ്റ് വ്യവസ്ഥകൾ പ്രാകൃതമാണ്. അത് പരിഷ്കരിക്കാൻ, സാങ്കേതിക സംവിധാനത്തിന്റെ സഹായത്തോടെ അത് കാലാനുസൃതമാക്കാൻ, അവിടെ ഉണ്ടാവുന്ന കാര്യങ്ങൾ തത്സമയം കണ്ടെത്താൻ, നിക്ഷേപം സംരക്ഷിക്കാൻ ഒന്നും കഴിയാത്ത ഒരു കുത്തഴിഞ്ഞ പുസ്തകത്തിന്റെ രൂപത്തിലാണ് അത് മറവെച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ വലിയ തട്ടിപ്പുകൾ അരങ്ങേറുന്നത്.